വെറും 4 വർഷം കൊണ്ട് 100 കോടി രൂപയുടെ വാല്യൂഷൻ. കൂടാതെ കോമ്പറ്റീറ്റേഴ്സ് ആയ ബ്ലിങ്കിറ്റ്, സെപ്റ്റോ, ഇൻസ്റ്റാമാർട്ട് ഇവരുടെയൊക്കെ ഉറക്കം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്റ്റാർട്ടപ്പ്. ഈ ഒരു സ്റ്റാർട്ടപ്പിന്റെ പേരാണ് അപ്നാമാർട്ട്. അപ്നാമാർട്ട് ഫോക്കസ് ചെയ്യുന്നത് ടയർ 2-3 സിറ്റീസിലാണ് ആൻഡ് അവരവിടെ താരങ്ങൾ തന്നെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ബാംഗ്ലൂർ, മുംബൈ, ചെന്നൈ പോലുള്ള ടയർ 1 സിറ്റീസ് വിട്ടിട്ട് എന്തുകൊണ്ടായിരിക്കും ഈ ഒരു സ്റ്റാർട്ടപ്പ് ടയർ 2-3 സിറ്റീസ് ഫോക്കസ് ചെയ്യുന്നത്? പറഞ്ഞുതരാം. അതിന്റെ കാരണം വേറൊന്നല്ല, ടയർ 1 സിറ്റീസിൽ ഓൾറെഡി സെപ്റ്റോ, ബ്ലിങ്കിറ്റ്, ഇൻസ്റ്റാമാർട്ട് ഒക്കെ അവരുടെ പൊസിഷൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞു, മാർക്കറ്റ് പിടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി അവിടെ പോയിട്ട് കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ടയർ 2-3 സിറ്റീസ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ ഇത് മാത്രമല്ല, ടയർ 2-3 സിറ്റീസ് ഇവർ ഫോക്കസ് ചെയ്യുന്നതിന്റെ കാരണം അതിൽ വേറെയും റീസൺസ് ഉണ്ട്. അതായത് ലോ ക്യാപിറ്റൽ, ലോ റെന്റ്, ലോ സാലറി. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. പിന്നെ അറിയാലോ, ഇന്ത്യ വളരെ വലിയൊരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ടയർ 2-3 സിറ്റീസിന്റെ മാർക്കറ്റും അതുപോലെ വലുതാണ്. ഇനി അപ്നാമാർട്ടിന്റെ ബിസിനസ് മോഡലിലേക്ക് വരികയാണെങ്കിൽ ഓൾമോസ്റ്റ് സെപ്റ്റോ, ബ്ലിങ്കിറ്റ് സെയിം തന്നെയാണ്. അതായത് 10-15 മിനിറ്റ് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഇനി നമുക്ക് അപ്നാമാർട്ട് യൂസ് ചെയ്ത സ്ട്രാറ്റജീസ് നോക്കാം. അതിനു മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഫസ്റ്റ് സ്ട്രാറ്റജിയാണ് ലെസ് ദ കോമ്പറ്റീഷൻ മോർ ദ മാർക്കറ്റ് ഷെയർ. അതായത് കോമ്പറ്റീഷൻ എത്ര കുറയുന്നോ അത്രയും തന്നെ മാർക്കറ്റ് ഷെയർ കിട്ടും. ഇന്ത്യയിൽ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് വിൽക്കണമെങ്കിൽ ഒന്നെങ്കിൽ അത് സിറ്റീസിൽ വിൽക്കാം, അവിടെ വിറ്റില്ലെങ്കിലോ കുറച്ചും കൂടി ചെറിയ സിറ്റീസിൽ വിൽക്കാം, അവിടെ വിറ്റുപോയെങ്കിലോ ടൗണിൽ വിൽക്കാം. ഇത് തന്നെയാണ് അവരും ഫോക്കസ് ചെയ്തത്. ടയർ 1 സിറ്റീസ് ഓൾറെഡി ടേക്കൺ ആയിരുന്നു ബിഗ് കമ്പനീസ്. അവർ ടയർ 2-3 സിറ്റീസ് ഫോക്കസ് ചെയ്തു, മാർക്കറ്റ് ഷെയർ കൂട്ടി, അവിടെ കോമ്പറ്റീഷനും കുറവായിരുന്നു. സെക്കൻഡ് സ്ട്രാറ്റജിയാണ് വർക്ക് വിത്ത് ദ ട്രെൻഡ്. നമുക്കറിയാം ഇപ്പൊ നടക്കുന്നത് ഡിജിറ്റൽ റവല്യൂഷനാണ്. കൊച്ചു കുട്ടികൾ മുതൽ മുത്തശ്ശന്മാർക്കും വരെ സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്യാനും അതേപോലെ ഊബർ ബുക്ക് ചെയ്യാനും അറിയാം. അതുകൊണ്ട് തന്നെ ഓൺലൈനിലുള്ള എന്തോ വിറ്റ് പോകുന്ന ഒരു കോൺഫിഡൻസ് ഈ ഒരു സ്റ്റാർട്ടപ്പിന് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് അവർ ഫോക്കസ് ചെയ്തത്. മൂന്നാമത്തെ സ്ട്രാറ്റജിയാണ് കൺവീനിയൻസ്. വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഡിസ്കൗണ്ടഡ് പ്രൈസിൽ എത്തിച്ചാൽ ആളുണ്ടെങ്കിൽ പിന്നെ കടയിൽ പോയിട്ട് ഗ്രോസറി വാങ്ങാനോ സാധനം വാങ്ങാനോ ആരും നിൽക്കില്ലല്ലോ. ഈ 3 സ്ട്രാറ്റജീസ് ഫോക്കസ് ചെയ്ത അപ്നാമാർട്ടിന് ടയർ 2-3 സിറ്റീസിൽ ഒരു മേജർ മാർക്കറ്റ് ഷെയർ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ കമ്പനി പ്രോഫിറ്റിലാണോ ലോസിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനി കഴിഞ്ഞ വർഷം വരെ ലോസിൽ തന്നെയാണ്. എന്നാൽ വരും വർഷങ്ങളിൽ കമ്പനി പ്രോഫിറ്റിലാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നിങ്ങൾക്ക് കടകളിൽ പോയിട്ട് സാധനങ്ങൾ മേടിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഓഫ്ലൈനിൽ കമന്റ് ചെയ്യാൻ, അല്ല നിങ്ങൾക്ക് ഓൺലൈനിൽ സാധനം വീട്ടിലേക്ക് എത്തിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഓൺലൈൻ എന്ന് കമന്റ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ കൂടുതൽ ബിസിനസ് റിലേറ്റഡ് സ്റ്റാർട്ടപ്സ് വീഡിയോസിനായിട്ട് ഇൻഡസ്ട്രി സബ്സ്ക്രൈബ് ചെയ്യാം.